മിശിഹായിൽ സ്നേഹം പറഞ്ഞ മക്കടയിച്ച ജോഡിയിച്ച എന്നീ വിവാഹത്തിലാവുന്ന അനീഷ് ക്രിസ്റ്റീന ദമ്പതിമാരെ, സ്നേഹം പറഞ്ഞ മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, വ്യക്തമായി അറിയാവുന്ന പോലെ ഞാൻ ഫേസ്ബുക്കിലൊക്കെ വളരെയേറെ സമയം ചെലവിടുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ സഭയ്ക്കെതിരെ ഒരാളൊരു കമൻ്റ് ഇങ്ങനെ എഴുതിയപ്പോൾ എൻ്റെ സുഹൃത്തും ആ കൂടെ തന്നെ ഇങ്ങനെ കമൻ്റ് ചെയ്യാൻ കൂടി. അപ്പോൾ അയാൾ ഇങ്ങനെ കമൻ്റ് ചെയ്തു, അതായത് നിങ്ങൾ പള്ളിയിലൊക്കെ വെച്ച് വിവാഹം കഴിച്ചിട്ട് അവസാനം സഭയ്ക്കെതിരെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കമൻ്റ് ചെയ്ത ആൾ തന്നെ, സഭയ്ക്കെതിരെ കമൻ്റ് ചെയ്ത ആൾ തന്നെ തിരിച്ചു പറഞ്ഞു, വികാരിച്ച് പറഞ്ഞ പൈസ കൊടുത്തിട്ടാണ് ഞാൻ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കുന്നത്, അതുകൊണ്ട് എനിക്കെന്തും പറയാം. ഈ സമയത്ത് ഞാൻ തിരിച്ചൊരു കമൻ്റ് എഴുതി, ആർക്കും പൈസ കൊടുത്താൽ കയറി വന്ന് നടത്താവുന്ന ഒരു സാധനമാണ് കല്യാണം, ഒരു ക്രിസ്തീയ വിവാഹം എന്ന് പറയുന്നത്. ഈ നമ്മുടെ നാട്ടിലുള്ള ആർക്കെങ്കിലും കുറച്ച് വികാരിച്ചിന് കുറച്ച് പൈസ കൊടുത്താൽ പള്ളിയിൽ വന്ന് കല്യാണം നമുക്ക് നടത്താൻ സാധിക്കുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ക്രിസ്തീയ വിവാഹം അങ്ങനെ നടത്താൻ സാധിക്കുകയില്ല. എന്താണ് ഒരു ക്രിസ്തീയ വിവാഹത്തെ വ്യത്യസ്തമാക്കുന്നത്? ക്രിസ്തീയ വിവാഹത്തെ വ്യത്യസ്തമാക്കുന്നത് ഇതൊരു കൂദാശയാണെന്നുള്ളതാണ്. കൂദാശ എന്ന് പറയുമ്പോൾ അദൃശ്യമായ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൃശ്യമായി നമ്മളിലേക്ക് വരുന്ന സമയമാണ് കൂദാശ എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവൻ്റെ പ്രധാനപ്പെട്ട ജീവിത കാലഘട്ടങ്ങളിലെല്ലാം തിരുസഭ നമുക്ക് നൽകുന്ന കൂദാശകളുണ്ട്. ആദ്യമായി നമ്മൾ സഭയിലേക്ക് കടന്നു വരുന്നത് മാമോദീസായിലൂടെയാണ്. അതുപോലെ വിശുദ്ധ കുർബാന കയ്യിലേക്ക്. ഓരോ സമയത്തും ഓരോ മനുഷ്യ വ്യക്തിയെയും ശക്തിപ്പെടുത്തുവാൻ വേണ്ടി തിരുസഭ വിഭാവനം ചെയ്തിരിക്കുന്നതാണ് കൂദാശകൾ. കൂദാശകളിൽ കർത്താവിൻ്റെ അനുഗ്രഹം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് ഈ വിവാഹത്തിൽ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ അദൃശ്യമായ അനുഗ്രഹം ദൃശ്യമായ രീതിയിൽ അനുഭവവേദ്യമാകുന്ന ഒരു സമയമാണ് ഈ വിവാഹം എന്ന കൂദാശ എന്ന് നിങ്ങൾ രണ്ടുപേരും വ്യക്തമായി ഓർത്തിരിക്കണം. ഇനി ഈ വിവാഹം എന്ന് പറയുന്നത് തിരുസഭ എവിടുന്നോ ഉണ്ടാക്കി വെച്ച ഒരു സംഗതിയല്ല, മറിച്ച് അനാദിയിൽ ദൈവം സ്ഥാപിച്ചതാണ് വിവാഹം എന്ന കൂദാശ. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഹവ്വ കടന്നു വരുമ്പോൾ ആദ്യം പറയുന്നതാണ്, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ ലാംഗ്വേജിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടൊരു റിലേഷൻ കാണിക്കാനുള്ള ഒരു യൂസേജാണ് അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹം എന്ന കൂദാശ ഒരുമയിലായിരിക്കുന്നതിൻ്റെ, ദൈവത്തോടുകൂടി ഒരുമിച്ചായിരിക്കുന്നതിൻ്റെ ഒരു സമയമാണ് എന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാമതായി എന്ന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മാത്രം ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സംഗതിയല്ല, മറിച്ച് നിങ്ങളുടെ ഇടയിൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണം. പുട്ടൻ ചേച്ചി എന്നൊക്കെ പറയാറുണ്ട്, ഇറ്റ്സ് നോട്ട് ടു ഹു ആർ ഗെറ്റിംഗ് മാരീഡ് ബട്ട് ഇറ്റ്സ് ത്രീ. ദൈവവും നിങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കണം. അപ്പോൾ ദൈവവും നമ്മുടെ മധ്യത്തിലുണ്ടായാലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേട്ടു. കാനായിലെ കല്യാണങ്ങളിൽ വെച്ച് ക്രിസ്തു ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് കാനായിലെ കല്യാണങ്ങളിൽ വെച്ചാണ്. ഒരു വിവാഹത്തിൻ്റെ സമയത്താണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. സ്നേഹമുള്ളവരെ, അത്ഭുതം എന്ന് പറയുന്നത് നാം വിചാരിക്കരുത് ഒരു വൃദ്ധൻ സുഖമാക്കപ്പെടുന്നതോ അതുപോലെയുള്ള ആരോഗ്യപരമായ ഒരു വലിയൊരു സംഭവമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ ലിറ്റിൽ സർപ്രൈസസ്, അത് നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഒരു വണ്ടിയിൽ ചെന്നതായിരിക്കാം, അതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ അക്നോളജ് ചെയ്യുവാനും അത് ഒരു ലക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രൊവിഡൻസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുമുള്ള ആ ഒരു മനോഭാവം നിങ്ങളുണ്ടാകണം. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പരിശുദ്ധ മറിയം പറഞ്ഞത് നാം കേട്ടു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിനെന്നാണ് പറയുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഇതാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. ക്രിസ്തു നമുക്ക് വളരെയേറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയൊക്കെ. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. ഇത്രയും നാളോടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെല്ലാം പറയേണ്ട കാര്യമില്ല. അതിനനുസരിച്ച് ഇത്രയും കാലം നിങ്ങൾ മാതാപിതാക്കന്മാർ